നമസ്കാരം. ജീവിതത്തിൽ കാലവും പ്രിയപ്പെട്ടവരും ഒരുപോലെ മുറിവേൽപ്പിച്ചാൽ ഒരു മനുഷ്യൻ പുറമേ മാത്രമല്ല ഉള്ളുരുകിയും തകർന്നുപോകും. ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്ന കഥ മറ്റുള്ളവരുടെ വഞ്ചനയിൽ നിന്ന് നമുക്കെങ്ങനെ രക്ഷപ്പെടാം എന്നതിനെക്കുറിച്ചാണ്. സ്വന്തം ആളുകളിൽ നിന്ന് പോലും ചതിക്കപ്പെടാതിരിക്കാൻ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമുക്കീ കഥയിലേക്ക് കടക്കാം. പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു യുവാവ് താമസിച്ചിരുന്നു. അവൻ ഒരു വേട്ടക്കാരനായിരുന്നു. പക്ഷേ മറ്റു വേട്ടക്കാരെപ്പോലെയല്ല അവൻ. തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവൻ ഒരു മൃഗത്തെയും ഉപദ്രവിച്ചിട്ടില്ല. ഒരു ജീവിയെ കൊല്ലാൻ പോലും അവന്റെ മനസ്സ് അനുവദിക്കില്ലായിരുന്നു. ഒരു വലയും ഒരു പുല്ലാങ്കുഴലും മാത്രമായിരുന്നു അവന്റെ സമ്പാദ്യം. ആ പുല്ലാങ്കുഴലിൽ അവൻ അതീവ മനോഹരമായ സംഗീതം വായിക്കുമായിരുന്നു. എല്ലാ ദിവസവും അവൻ കാട്ടിൽ പോകും. വല വിരിച്ച ശേഷം കുറച്ചു ദൂരെ മാറിയിരുന്ന് പുല്ലാങ്കുഴൽ വായിക്കാൻ തുടങ്ങും. ആ സംഗീതത്തിന്റെ മാധുര്യം കേട്ട് പക്ഷികൾ കൂട്ടമായി പറന്നുവരും. ഏതെങ്കിലും പക്ഷി വലയ്ക്ക് സമീപമെത്തുമ്പോൾ അവൻ കയർ വലിച്ചു അതിനെ കൊടുക്കും. ശേഷം ആ പക്ഷികളെ വീട്ടിൽ കൊണ്ടുപോയി ആഹാരം നൽകി സ്നേഹത്തോടെ പരിചരിക്കും. അവയുടെ കളകൂജനങ്ങൾ കേൾക്കുന്നത് അവന് വലിയ സന്തോഷമായിരുന്നു. പണത്തിന് വല്ലാതെ ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമാണ് അവൻ ഒന്നോ രണ്ടോ പക്ഷികളെ വിൽക്കാറുള്ളത്. ഈ വേട്ടക്കാരന് കബീർ എന്നു പേരുള്ള ഒരു മകനുണ്ടായിരുന്നു. കബീർ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ അവന്റെ പിതാവ് രോഗം ബാധിച്ച് മരണപ്പെട്ടു. ഇതോടെ കബീറും അമ്മയും ഒറ്റയ്ക്കായി. അവരുടെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം വേഗത്തിൽ തീർന്നു. പട്ടിണിയും കഷ്ടപ്പാടും നിറഞ്ഞ ദിവസങ്ങളായി പിന്നീട്. കബീർ കുട്ടിയായിരുന്നെങ്കിലും വലിയ ധൈര്യശാലിയായിരുന്നു. അവൻ അമ്മയെ പണികളിൽ സഹായിക്കും. ബാക്കി സമയം അച്ഛൻ പോകാറുള്ള കാട്ടിൽ പോയി ഇരിക്കും. ഒടുവിൽ ഒരു ദിവസം അവൻ അമ്മയോട് പറഞ്ഞു, "അമ്മേ, ഞാനിപ്പോൾ ചെറിയ കുട്ടിയല്ല. എനിക്ക് 16 വയസ്സായി. അച്ഛന്റെ വിയോഗത്തിനു ശേഷം അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇനി എനിക്ക് അച്ഛന്റെ വലയും പുല്ലാങ്കുഴലും തരൂ. നാളെ മുതൽ ഞാൻ കാട്ടിൽ പോയി പക്ഷികളെ പിടിക്കാം." അവൻ ധൈര്യശാലിയാണെന്നും കാടിന്റെ വഴികൾ അവന് മനഃപ്പാഠമാണെന്നും അമ്മയ്ക്കറിയാമായിരുന്നു. അതിനാൽ അവർ ആ വലയും പുല്ലാങ്കുഴലും അവന് നൽകി. പിറ്റേന്ന് പുലർച്ചെ കബീർ കാട്ടിലേക്ക് തിരിച്ചു. വഴി തെറ്റുമെന്ന പേടിയോ മൃഗങ്ങളെക്കുറിച്ചുള്ള ഭയമോ അവനുണ്ടായിരുന്നില്ല. കാടിന്റെ ഉള്ളിലേക്ക് പോയി അവൻ പുല്ലാങ്കുഴൽ വായിക്കാൻ തുടങ്ങി. പക്ഷേ ദിവസം മുഴുവൻ കാത്തിരുന്നിട്ടും ഒരു പക്ഷി പോലും അവന്റെ അടുത്തെത്തിയില്ല. ഇരുട്ട് പരന്നു തുടങ്ങിയപ്പോൾ അവൻ തളർന്ന് വെറും കൈയോടെ വീട്ടിൽ തിരിച്ചെത്തി. ഇതുതന്നെ സംഭവിക്കുമെന്ന് അവന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു. പക്ഷികളെ പിടിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു ദിവസം കൊണ്ട് ആർക്കും അത് പഠിച്ചെടുക്കാനാവില്ല. അവർ മകനെ ആശ്വസിപ്പിച്ചു. "മകനെ, നിന്റെ അച്ഛൻ പോലും ഒറ്റ ദിവസം കൊണ്ട് ഈ ജോലിയിൽ മിടുക്കനായതല്ല. ഇതിനിനിയും ഒരുപാട് പരിശ്രമം ആവശ്യമാണ്." എന്നാൽ അത്ര പെട്ടെന്ന് തോറ്റുകൊടുക്കുന്നവനായിരുന്നില്ല കബീർ. ക്രമേണ പുല്ലാങ്കുഴലിൽ മനോഹരമായ ഈണങ്ങൾ വായിക്കാനും പക്ഷികളുടെ കണ്ണിൽപ്പെടാതെ സ്വയം മറഞ്ഞു നിൽക്കാനും അനങ്ങാതെ ക്ഷമയോടെ കാത്തിരിക്കാനും കബീർ പഠിച്ചെടുത്തു. പതുക്കെ പക്ഷികൾ അവന്റെ വലയിൽ കുടുങ്ങാൻ തുടങ്ങി. പതിവുപോലെ ഒരു ദിവസം അവൻ കാട്ടിൽ പോയി വല വിരിച്ച് ദൂരെ മാറി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വിചിത്രവും അതീവ സുന്ദരവുമായ ഒരു പക്ഷി അവന്റെ വലയിൽ കുടുങ്ങി. 7 നിറങ്ങളുള്ള തൂവലുകളായിരുന്നു അതിന്. കബീർ സന്തോഷത്തോടെ അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു കൂട്ടിലടച്ചു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ കബീർ അത്ഭുതകരമായൊരു കാഴ്ചയാണ് കണ്ടത്. ആ പക്ഷി മനോഹരമായ ഒരു മുട്ടയിട്ടിരിക്കുന്നു. ആ മുട്ടയ്ക്കും 7 നിറങ്ങളായിരുന്നു. ആ മുട്ട വിറ്റാൽ കുറച്ചു പണം കിട്ടുമെന്ന് കരുതി കബീർ അത് ചന്തയിലേക്ക് കൊണ്ടുപോയി. കബീർ ചന്തയിലെത്തിയപ്പോൾ ഒരു കടക്കാരൻ അവനെ ശ്രദ്ധിച്ചു. അതിസൂത്രശാലിയും അത്യാഗ്രഹിയുമായിരുന്നു ആ കടക്കാരൻ. പാവപ്പെട്ടവരെ പറ്റിച്ച് ലാഭമുണ്ടാക്കുക എന്നതായിരുന്നു അയാളുടെ രീതി. കബീറിന്റെ കൈയിലെ നിറമുള്ള മുട്ട കണ്ടതും അയാൾ വിളിച്ചു പറഞ്ഞു, "ഹേയ്, നിനക്കാ മുട്ട വിൽക്കണമെന്നുണ്ടോ? ഞാനത് വാങ്ങാം." ആ കടക്കാരൻ ചീത്ത സ്വഭാവക്കാരനാണെന്ന് കബീറിന് നേരത്തെ അറിയാമായിരുന്നു. അയാളുടെ കൗശലം കണ്ട കബീർ പറഞ്ഞു, "ശരി, പക്ഷെ ഇതിനൊരു സ്വർണ്ണനാണയം വില തരണമെന്നുണ്ടാകും." ഒരു തർക്കവുമില്ലാതെ കടക്കാരൻ ഒരു സ്വർണ്ണനാണയം നൽകി ആ മുട്ട വാങ്ങി. ഇത് കബീറിനെ അത്ഭുതപ്പെടുത്തി. അവൻ ആ സ്വർണ്ണനാണയം വീട്ടിൽ കൊണ്ടുപോയി അമ്മയെ ഏൽപ്പിച്ചു. പിറ്റേന്നും പക്ഷി അത്തരത്തിലൊരു മുട്ടയിട്ടു. കബീർ അതും ചന്തയിൽ കൊണ്ടുപോയി കടക്കാരന് വിറ്റു. അങ്ങനെ എല്ലാ ദിവസവും പക്ഷി മുട്ടയിടുകയും കബീർ അത് വിറ്റുവരുകയും ചെയ്തു. അവരുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ടുപോയി. എന്നാൽ ഒരു ദിവസം കബീറിനൊരു സംശയമുണ്ടായി. തന്നിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് മുട്ട വാങ്ങുന്ന ഈ കടക്കാരൻ തീർച്ചയായും ഇത് മറ്റാർക്കെങ്കിലും വലിയ വിലയ്ക്ക് വിൽക്കുന്നുണ്ടാകുമെന്ന് അവൻ കരുതി. കബീർ കടക്കാരനെ രഹസ്യമായി പിന്തുടർന്നു. അയാൾ കൊട്ടാരത്തിലേക്കാണ് പോകുന്നത് എന്ന് കണ്ടപ്പോൾ കബീറിന് കാര്യം മനസ്സിലായി. കടക്കാരൻ ഈ മുട്ടകൾ രാജാവിനാണ് വലിയ വിലയ്ക്ക് മറിച്ചു വിൽക്കുന്നത്. എന്തുകൊണ്ടെനിക്ക് നേരിട്ട് കൊട്ടാരത്തിൽ പോയി മുട്ട വിറ്റുകൂടാ എന്ന് കബീർ ചിന്തിച്ചു. അവൻ കൊട്ടാരത്തിലെത്തിയപ്പോൾ രാജാവ് ഒരു മുട്ടയ്ക്ക് 100 സ്വർണ്ണനാണയങ്ങൾ വീതമാണ് നൽകിയത്. കബീർ മുട്ട തനിക്ക് തരുന്നില്ലെന്നും നേരിട്ട് രാജാവിന് വിൽക്കുകയാണെന്നും അറിഞ്ഞപ്പോൾ കടക്കാരന് വല്ലാത്ത ദേഷ്യം വന്നു. കബീറിനെ ഒരു പാഠം പഠിപ്പിക്കാൻ അയാൾ രാജാവിന്റെ അടുത്തെത്തി പറഞ്ഞു, "മഹാരാജാവേ, അങ്ങ് എന്തിനാണ് കബീറിൽ നിന്ന് ഇത്രയും പണം കൊടുത്ത് മുട്ട വാങ്ങുന്നത്? ഇത് അങ്ങേക്ക് സൗജന്യമായി കിട്ടുമല്ലോ." രാജാവ് അതെങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ കടക്കാരൻ പറഞ്ഞു,
കബീറിന്റെ പക്കൽ ഈ മുട്ടയിടുന്ന ഒരു വിചിത്ര പക്ഷിയുണ്ട്. അങ്ങ് ആ പക്ഷിയെ അങ്ങോട്ട് പിടിച്ചെടുത്താൽ പിന്നെ മുട്ടകൾക്ക് പണം നൽകേണ്ടല്ലോ. രാജാവ് ഉടൻ തന്നെ ഭടന്മാരെ കബീറിന്റെ വീട്ടിലേക്ക് അയച്ചു. ഇത് കടക്കാരന്റെ ചതിയാണെന്ന് കബീറിന് മനസ്സിലായി. മുട്ടകൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് പോലും ചിന്തിക്കാത്ത രാജാവിന്റെ മണ്ടത്തരത്തിൽ കബീറിന് സങ്കടം തോന്നി. പക്ഷേ രാജകൽപ്പന അനുസരിക്കാതിരുന്നാൽ വലിയ ശിക്ഷ ലഭിക്കുമെന്നതിനാൽ കബീർ ആ പക്ഷിയെ രാജാവിന് വിട്ടുകൊടുത്തു. എങ്കിലും അവൻ തളർന്നില്ല. അവൻ വീണ്ടും പുല്ലാങ്കുഴലും വലയുമായി കാട്ടിലേക്ക് പോയി. അവന്റെ സംഗീതം കേട്ട് കാടിന്റെ നാനാഭാഗത്തുനിന്നും പക്ഷികൾ പറന്നുവന്നു. ചിലപ്പോൾ പ്രാവുകൾ, ചിലപ്പോൾ കാടപ്പക്ഷികൾ, വേറെ ചിലപ്പോൾ കുയിലുകൾ. അവയെല്ലാം അവന്റെ വലയിൽ കുടുങ്ങി. അവയെ വിറ്റുകൊണ്ട് കബീറും അമ്മയും സന്തോഷത്തോടെ ജീവിച്ചു. കബീർ നഗരത്തിലാകെ പ്രസിദ്ധനായി. ആർക്കെങ്കിലും പക്ഷികളെ വളർത്താൻ വേണമെന്നുണ്ടെങ്കിൽ അവർ കബീറിനെ തേടിയെത്തി അവനിൽ നിന്ന് പക്ഷികളെ വാങ്ങാൻ തുടങ്ങി. കബീർ പക്ഷികളെ പിടിച്ചു വിൽക്കുന്നത് കണ്ടപ്പോൾ ആ കൗശലക്കാരനായ കടക്കാരൻ അവന്റെ അടുത്തെത്തി പറഞ്ഞു, "നീ പിടിക്കുന്ന പക്ഷികളെ ഇനി എനിക്ക് വിൽക്കണം." എന്നാൽ ഇയാൾ കുറഞ്ഞ വിലക്ക് പക്ഷികളെ വാങ്ങി മറ്റുള്ളവർക്ക് വലിയ വിലക്ക് വിൽക്കുമെന്ന് കബീറിനറിയാമായിരുന്നു. അതുകൊണ്ട് കബീർ സമ്മതിച്ചില്ല. ഇതിൽ കടക്കാരന് വല്ലാത്ത ദേഷ്യം തോന്നി. അയാൾ രാജാവിന്റെ അടുത്തെത്തി ഇങ്ങനെ പറഞ്ഞു, "മഹാരാജാവേ, അങ്ങ് കബീറിൽ നിന്ന് വാങ്ങിയ ആ പക്ഷി ഒറ്റയ്ക്കായതുകൊണ്ട് വലിയ സങ്കടത്തിലാണ്. അതിന്റെ കൂട്ടിനായി ഇതുപോലൊരു പക്ഷിയെക്കൂടി കൊണ്ടുവരാൻ കബീറിനോട് പറയൂ. എങ്കിലേ ആ പക്ഷി സന്തോഷവാനായിരിക്കൂ." ബുദ്ധി കുറഞ്ഞവനായ രാജാവിന് അത് ശരിയാണെന്ന് തോന്നി. രാജാവ് കബീറിനെ വിളിച്ചുവരുത്തി ഇങ്ങനെ കൽപ്പിച്ചു, "നീ ഉടൻ തന്നെ ഞങ്ങളുടെ പക്ഷിക്കായി സമാനമായ ഒരു കൂട്ടിനെക്കൂടി പിടിച്ചുകൊണ്ടുവരണം. ഇല്ലെങ്കിൽ നിന്റെ കാര്യം കഷ്ടത്തിലാകും." കബീർ എന്തെങ്കിലും പറയാൻ ശ്രമിച്ചെങ്കിലും രാജാവ് തടഞ്ഞു. "എനിക്കൊന്നും കേൾക്കണ്ട. 30 ദിവസത്തെ സമയം നിനക്ക് നൽകുന്നു. അതിനുള്ളിൽ മറ്റൊരു പക്ഷിയെക്കൂടി എത്തിച്ചില്ലെങ്കിൽ നിന്നെ കൊന്നുകളയും." കബീർ വല്ലാതെ വിഷമിച്ചെങ്കിലും ധൈര്യം കൈവിട്ടില്ല. അവൻ വീട്ടിലെത്തി അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു. അമ്മയുടെ അനുഗ്രഹം വാങ്ങി വലയും പുല്ലാങ്കുഴലുമായി വീണ്ടും കാട്ടിലേക്ക് പുറപ്പെട്ടു. അത്തരമൊരു വിചിത്ര പക്ഷിയെ കണ്ടെത്താൻ അവൻ രാപ്പകൽ കഠിനാധ്വാനം ചെയ്തു. ഒടുവിൽ അവന്റെ പരിശ്രമം ഫലം കണ്ടു. രണ്ടാമതൊരു പക്ഷികൂടി അവന്റെ വലയിൽ കുടുങ്ങി. കബീർ ഉടൻ തന്നെ അതിനെ രാജാവിനെ ഏൽപ്പിച്ചു. രാജാവ് പക്ഷിയെ വാങ്ങിയെങ്കിലും കബീറിന് ഒരു പൈസ പോലും പ്രതിഫലമായി നൽകിയില്ല. രാജാവും ആ കടക്കാരനെപ്പോലെ തന്നെയാണെന്ന് കബീറിന് മനസ്സിലായി. വ്യത്യാസം ഇത്രമാത്രം: കടക്കാരൻ കൗശലക്കാരനാണ്, രാജാവ് വിഡ്ഢിയും. രാജാവ് സന്തോഷിച്ചെങ്കിലും കടക്കാരന്റെ ദേഷ്യം കൂടി വന്നു. കബീർ ധീരനും കഠിനാധ്വാനിയുമാണെന്നും എന്നെങ്കിലും അവൻ തന്നോട് പകരം വീട്ടുമെന്നും അയാൾ ഭയന്നു. കബീർ രണ്ടാമത്തെ പക്ഷിയെ പിടിക്കില്ലെന്നും രാജാവ് അവനെ വധിക്കുമെന്നുമാണ് അയാൾ കരുതിയിരുന്നത്. ഇപ്പോൾ കബീറിനെ ഏതെങ്കിലും വലിയ അപകടത്തിൽ ചെന്ന് ചാടിക്കണം എന്നയാൾ ഉറപ്പിച്ചു. അയാൾ വീണ്ടും രാജാവിനെ പോയി കണ്ടു. "മഹാരാജാവേ, ഈ പക്ഷികളുടെ ജീവൻ ഒരു പൂവിലാണെന്ന് അങ്ങേക്കറിയാമോ?" അയാൾ ചോദിച്ചു. "സമ്മൻ എന്നൊരു പൂവുണ്ട്. വർഷത്തിലൊരിക്കൽ ഈ പക്ഷികൾ ആ പൂവ് മണത്തില്ലെങ്കിൽ അവ ചത്തുപോകും. ആ പൂവാകട്ടെ കറുത്ത ഭൂതത്തിന്റെ തോട്ടത്തിലാണ് വളരുന്നത്." രാജാവ് ആശങ്കയിലായി. "നമുക്ക് ആ പൂവ് എങ്ങനെ കിട്ടും? ആ തോട്ടത്തിലേക്ക് ആരെയും പ്രവേശിക്കാൻ ആ ഭൂതം അനുവദിക്കില്ലല്ലോ. അവിടെ ആര് ചെന്നാലും ഭൂതം അവനെ കൊന്നുകളയില്ലേ?" കടക്കാരൻ പറഞ്ഞു, "മഹാരാജാവേ, നമ്മുടെ നാട്ടിൽ കബീറിന് മാത്രമേ ഈ സാഹസം ചെയ്യാൻ കഴിയൂ. അവനോട് ഉടൻ ആ പൂവ് കൊണ്ടുവരാൻ പറയൂ." രാജാവ് വീണ്ടും കബീറിനെ വിളിപ്പിച്ചു. "നീ ഉടൻ കറുത്ത ഭൂതത്തിന്റെ തോട്ടത്തിൽ പോയി എന്റെ പക്ഷികൾക്കായി സമ്മൻ പൂവ് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ എന്റെ പക്ഷികൾ ചത്തുപോകും." കബീർ പറഞ്ഞു, "മഹാരാജാവേ, ഞാൻ എന്റെ പക്ഷിയെ അങ്ങേക്ക് തന്നു. അതിന്റെ കൂട്ടിനെയും കൊണ്ടുവന്നു. പക്ഷേ ഈ പുതിയ കൽപ്പന വിചിത്രമാണ്. ആ തോട്ടം എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല." രാജാവ് പറഞ്ഞു, "അതൊക്കെ നീ ആ കടക്കാരനോട് ചോദിക്കൂ. അയാൾക്കെല്ലാം അറിയാം." കടക്കാരനെല്ലാം അറിയാമെങ്കിൽ അയാൾ തന്നെ ആ പൂവ് പോയി എടുത്തുകൊണ്ടുവരട്ടെ എന്ന് കബീർ മറുപടി നൽകി. എന്നാൽ വിഡ്ഢിയായ രാജാവ് അത് കേട്ടില്ല. കടക്കാരൻ പറയുന്നത് നിനക്കേ ഇത് സാധിക്കൂ എന്നാണ്. പൂവ് കിട്ടിയില്ലെങ്കിൽ നിന്നെയും നിന്റെ അമ്മയെയും ഞാൻ കൊല്ലും. രാജാവിനോട് വാദിച്ചിട്ട് കാര്യമില്ലെന്നും ഇതെല്ലാം കടക്കാരന്റെ കുബുദ്ധിയാണെന്നും കബീർ തിരിച്ചറിഞ്ഞു. അവൻ നേരെ നാട്ടിലെ ബുദ്ധിമാനായ ഒരു വയസ്സന്റെ അടുത്തെത്തി കാര്യങ്ങൾ വിവരിച്ചു. "സമ്മൻ പൂവ് മണത്തില്ലെങ്കിൽ ആ പക്ഷികൾ ചത്തുപോകുമെന്നത് സത്യമാണോ?" കബീർ ചോദിച്ചു. വൃദ്ധൻ പറഞ്ഞു, "അതേ മകനെ, വർഷത്തിലൊരിക്കൽ ആ പൂവ് മണക്കാൻ ഈ പക്ഷികൾ ദൂരെയുള്ള മലനിരകളിൽ നിന്നുപോലും എത്താറുണ്ട്. അതുകൊണ്ടാണ് ആ ഭൂതം തന്റെ തോട്ടത്തിൽ ആ പൂവ് വളർത്തുന്നത്. അങ്ങനെ പക്ഷികൾ എപ്പോഴും ഭൂതത്തിന്റെ തോട്ടത്തിലുണ്ടാകും." കബീർ ചോദിച്ചു, "ഞാൻ ആ പൂവ് പറിച്ചുകൊണ്ടുവന്നാൽ പക്ഷികളും ആ പൂവിന് പിന്നാലെ വരുമോ?" "തീർച്ചയായും വരും," വൃദ്ധൻ മറുപടി നൽകി. "പക്ഷേ ആ പൂവ് കിട്ടുക എന്നത് അസാധ്യമാണ്. ആ തോട്ടത്തിന് ഒരേയൊരു വാതിലേയുള്ളൂ. അത് തുറക്കാൻ ആ കറുത്ത ഭൂതത്തിന് മാത്രമേ കഴിയൂ." കബീർ പറഞ്ഞു, "ഞാൻ ആ വാതിൽ എങ്ങനെയെങ്കിലും തുറക്കും. അങ്ങ് എനിക്ക് അങ്ങോട്ടുള്ള വഴി മാത്രം പറഞ്ഞു തന്നാൽ മതി." ആ ബുദ്ധിമാനായ വൃദ്ധൻ കറുത്ത ഭൂതത്തിന്റെ തോട്ടത്തിലേക്കുള്ള വഴി പറഞ്ഞുകൊടുത്തു. എങ്കിലും അദ്ദേഹം ഒരു മുന്നറിയിപ്പ് കൂടി നൽകി.
മകനെ, വലിയ വലിയ വീരന്മാരും ഗുസ്തിക്കാരും അവിടെ പോയിട്ടുണ്ട്. പക്ഷെ ആരും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. ആ ഭൂതം അത്രയ്ക്ക് കരുത്തനാണ്. എങ്ങനെയെങ്കിലും ഒളിച്ചിരിക്കാൻ ശ്രമിക്കുക. നിന്നെ അവനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നിനക്ക് ജയിക്കാം. കണ്ടുപിടിച്ചാൽ അവൻ നിന്നെ കൊന്നുകളയും. കബീർ ആ ഉപദേശങ്ങളെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. പിറ്റേന്ന് രാവിലെ തന്നെ അവൻ യാത്ര തിരിച്ചു. ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ആ തോട്ടത്തിൽ അവൻ എങ്ങനെയൊക്കെയോ എത്തിച്ചേർന്നു. അവിടെ കണ്ട കാഴ്ച അതിഭയങ്കരമായിരുന്നു. പടുകൂറ്റൻ പാറകൾ കൊണ്ട് നിർമ്മിച്ച ഭീമാകാരമായ ഒരു വാതിൽ മാത്രമായിരുന്നു ആ തോട്ടത്തിനുണ്ടായിരുന്നത്. 10 ഗുസ്തിക്കാർ ചേർന്നാൽ പോലും അതിളക്കാൻ കഴിയില്ല. തളർന്നുപോയ കബീർ ആ വാതിലിനടുത്ത് ഇരുന്നുപോയി. പെട്ടെന്ന് അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പെട്ടെന്ന് കാറ്റും കോളും വരുന്നതുപോലെയുള്ള ഒരു വലിയ ശബ്ദം കേട്ടാണ് കബീർ കണ്ണു തുറന്നത്. ഭൂതം വരികയാണെന്ന് മനസ്സിലാക്കിയ അവൻ ഉടൻ തന്നെ ഒരു മറവിലൊളിച്ചു. ഒരു വലിയ മല തനിക്ക് അരികെ കൂടി നടന്നുപോകുന്നതുപോലെയാണ് കബീറിന് തോന്നിയത്. ഭൂതം തോട്ടത്തിന്റെ വാതിൽ തുറന്നതും കബീർ ശ്വാസം അടക്കിപ്പിടിച്ച് അവന്റെ പിന്നാലെ പതുങ്ങി അകത്തു കടന്നു. ഉടൻ തന്നെ ഒരു കുറ്റിച്ചെടിയുടെ പിന്നിൽ മറഞ്ഞു. കാട്ടിൽ പക്ഷികളെ പിടിക്കാൻ അനങ്ങാതെ ഒളിച്ചിരുന്നുള്ള ശീലം ഇവിടെ കബീറിനെ ഒരുപാട് സഹായിച്ചു. ആരെങ്കിലും തന്റെ പിന്നാലെ അകത്തു കയറിയ കാര്യം ആ ഭൂതം അറിഞ്ഞതേയില്ല. ആ തോട്ടം അതീവ സുന്ദരമായിരുന്നു. മുമ്പ് കണ്ടിട്ടില്ലാത്ത നിറത്തിലുള്ള പൂക്കളും പക്ഷികളും അവിടെയുണ്ടായിരുന്നു. നേരം വെളുത്തപ്പോൾ ഭൂതം വീണ്ടും പുറത്തേക്ക് പോയി. ഒരുപക്ഷെ ഇര തേടാനാകണം. ഭൂതം പോയെന്ന് ഉറപ്പായപ്പോൾ കബീർ പുറത്തിറങ്ങി സമ്മൻ പൂവിനായി തിരച്ചിൽ തുടങ്ങി. വൃദ്ധൻ പറഞ്ഞുതന്ന അടയാളങ്ങൾ വെച്ച് അവൻ തിരഞ്ഞെങ്കിലും അവിടെ പൂക്കളുടെ ഒരു വസന്തം തന്നെയായിരുന്നു. ഏതാണാ പ്രത്യേക പൂവെന്നവന് മനസ്സിലായില്ല. തിരച്ചിലിനിടയിൽ അവൻ ഭൂതത്തിന്റെ വലിയ വീട് കണ്ടു. അതിനുള്ളിൽ 15 മുറികളുണ്ടായിരുന്നു. ഓരോ മുറിയും ഒന്നിനൊന്ന് മനോഹരം. പക്ഷേ അവിടെ ആരുമുണ്ടായിരുന്നില്ല. ഒടുവിൽ 15ാമത്തെ മുറിയിലെത്തിയപ്പോൾ ആരോ കരയുന്ന ശബ്ദം കേട്ടു. ശബ്ദം കേട്ട ഭാഗത്തെ പരവതാനി മാറ്റിനോക്കിയപ്പോൾ അവിടെ തറയിൽ ഒരു രഹസ്യവാതിൽ കണ്ടു. അതിലൂടെ താഴേക്ക് നീളുന്ന ഗോവണി വഴി അവൻ ഒരു ഇരുട്ടുമുറിയിലെത്തി. അവിടെ മേശക്കരികിലിരുന്ന് മുടി നീട്ടി വളർത്തിയ ഒരു യുവതി കരയുന്നുണ്ടായിരുന്നു. കബീറിനെ കണ്ടപ്പോൾ അവൾ ഭയന്നുപോയി. നീ ആരാണ്? ഇവിടെ എങ്ങനെയെത്തി? ആ രാക്ഷസൻ വന്നാൽ നിന്നെ കഷ്ണങ്ങളാക്കി മാറ്റും. വേഗം ഓടിക്കോ. കബീർ അവളെ ആശ്വസിപ്പിച്ചു. ഭയപ്പെടേണ്ട, അവൻ പുറത്തുപോയിരിക്കുകയാണ്. നീ ആരാണ്? അവൾ പറഞ്ഞു. എന്റെ പേര് ചന്ത എന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആ ഭൂതം എന്നെ തട്ടിക്കൊണ്ടുവന്നതാണ്. കബീർ തന്റെ കഥയും സമ്മൻ പൂവിനെക്കുറിച്ചും അമ്മ നേരിടുന്ന ഭീഷണിയെക്കുറിച്ചും അവളോട് പറഞ്ഞു. ചന്ത പറഞ്ഞു, സമ്മൻ പൂവ് ആദ്യമായി വളർത്തിയത് ഞാനാണ്. നീ എന്നെ ഇവിടെ നിന്ന് രക്ഷിച്ചാൽ ഞാൻ നിനക്ക് ആ പൂവുണ്ടാക്കിത്തരാം. പിന്നെ എല്ലാ പക്ഷികളും നിന്റെ പിന്നാലെ വരുമോ? ഭൂതത്തിന്റെ കുതിരലായത്തിൽ നിന്ന് അതിവേഗമുള്ള 2 കുതിരകളെ കബീർ അഴിച്ചുകൊണ്ടുവന്നു. ചന്ത ആ തോട്ടത്തിൽ നിന്ന് ചില പൂക്കളും പറിച്ചെടുത്തു. ഒരു കല്ലമർത്തിയാൽ തോട്ടത്തിന്റെ വാതിൽ തുറക്കുമെന്ന് ചന്തയ്ക്കറിയാമായിരുന്നു. അവർ വാതിൽ തുറന്ന് കുതിരപ്പുറത്ത് കയറി അതിവേഗം കബീറിന്റെ നാട്ടിലെത്തി. മകനെ കണ്ടതും അമ്മയ്ക്ക് സന്തോഷമായി. കബീർ നടന്ന കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു. ഇതിനിടയിൽ രാജാവിന്റെ ഭടന്മാർ അവിടെയെത്തി. പൂവ് കൊണ്ടുവന്നോ എന്ന് അവർ ചോദിച്ചു. കബീർ മറുപടി പറയുന്നതിനു മുമ്പ് ചന്ത പറഞ്ഞു, അതെ, പൂവ് കിട്ടിയിട്ടുണ്ട്. ഉടൻ തന്നെ കബീർ അത് കൊട്ടാരത്തിലെത്തിക്കും. ഭടന്മാർ പോയപ്പോൾ ചന്ത ഒരു കത്തിയെടുത്ത് തന്റെ വിരലിൽ ചെറിയൊരു മുറിവുണ്ടാക്കി. അതിൽ നിന്ന് വീണ 2 തുള്ളി രക്തം മനോഹരമായ സമ്മൻ പൂക്കളായി മാറി. ചന്തയ്ക്ക് ഇത്തരത്തിൽ പൂക്കൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഭൂതം അവളെ തടവിലാക്കിയിരുന്നത്. കബീർ ആ പൂവുമായി കൊട്ടാരത്തിലെത്തി. അപ്പോൾ രാജാവിന്റെ പക്ഷികൾ സങ്കടപ്പെട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു. പൂവ് കണ്ടതും അവ സന്തോഷത്തോടെ പാടാൻ തുടങ്ങി. രാജാവ് അതീവ സന്തുഷ്ടനായി. പക്ഷേ കബീർ വീണ്ടും വിജയിച്ചത് കണ്ട് ആ ദുഷ്ടനായ കടക്കാരൻ അസൂയകൊണ്ട് നീറി. സുഹൃത്തുക്കളെ, സത്യമാണ്, മനോധൈര്യവും ലക്ഷ്യബോധവുമുള്ളവർക്ക് വിജയം തീർച്ചയായും ലഭിക്കും. ഈ കഥയിൽ നിന്ന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്ന് കരുതുന്നു.